ഹലോ ഗോയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളിത് രാവിലെ എഴുന്നേറ്റ് അപ്പച്ചനും അമ്മയൊക്കെ പണിയിലാണ്. അപ്പച്ചനാണെങ്കിൽ കോഴിക്ക് തീറ്റി കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അമ്മച്ചി ആ സമയം കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ കഴിക്കണം. അപ്പോൾ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. പിന്നെ ഉച്ചക്കത്തേക്കിന് നമ്മൾ മാങ്ങക്കറിയാണ് വെക്കുന്നത്. അപ്പം മാങ്ങായും ഒരുപാട് പഴുത്തൊന്നുമല്ല, മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ മാങ്ങായും സവോളയും പച്ചമുളകും എല്ലാം കൂടെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മാങ്ങാക്കറി വെക്കാൻ പോവാമേ. രാവിലെ ഭയങ്കര മഴക്കാറൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ ഊണിന് നമുക്ക് മാങ്ങാക്കറി വെക്കാനായിട്ട് പോവുകയാണ് അമ്മച്ചി. അപ്പോൾ വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കാം. മാങ്ങ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ലോണം വെന്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നമ്മൾ അരപ്പെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുവാണ്. ഒത്തിരി പഴുത്ത മാങ്ങയൊന്നും അല്ലായിരുന്നേ. അപ്പോൾ അത് വേകാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാമേ. എന്നിട്ട് ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് ജാറില്ലേ ഗൈസ്, അതിൻ്റെ തൊട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കഴുകി അങ്ങ് ഒഴിക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുകയുള്ളൂ. ഏത് കിട്ടുകയുള്ളൂ അത്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ചു അപ്പുറത്ത് നിൽപ്പുണ്ട്. അമ്മച്ചി ആ വലയ്ക്ക് അപ്പുറത്തോട്ട് പോവുകയാണ്. റംബുത്താനാണ് നിൽക്കുന്നത്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ റംബുത്താനാണെങ്കിൽ വലയൊക്കെ ഇട്ട് നിർത്തിയേക്കുവാണ്. അപ്പോൾ അച്ചു അവിടെ ഇരുന്നുകൊണ്ട് ഏതാണ്ട് എല്ലാം പറയുവാണ്. പിന്നെ അപ്പച്ചനും അമ്മയും കൂടെ അവിടെ ചേനയും കോവലുകണ്ടൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതെല്ലാം ഒന്ന് പറിച്ച് കളയുവാണ് അമ്മച്ചിയെ. പിന്നെ അവിടെ ഒരു ഓമയ്ക്ക പഴുത്ത് നിൽപ്പുണ്ട്. ഇത് പുളിമരമാണ് നിൽക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പുളി അച്ചാറിട്ടേക്കുന്നത് അമ്മച്ചി. അപ്പോൾ ഈ ഓമയ്ക്കയാണെങ്കിൽ പഴുത്ത് നിൽക്കുവാണ്. ഒരു കുലുക്ക് കുലുക്കിയപ്പോഴത്തേക്ക് ദാണ്ട് ഓമയ്ക്ക താഴെ വീണ് പൊട്ടിപ്പോയി ഗൈസ്. നല്ല പോലെ പഴുത്ത് നിൽക്കുമായിരുന്നു ഓമയ്ക്ക. താഴെ വീണ് അത് രണ്ടായിട്ടങ്ങ് ഇത് പൊട്ടിപ്പോയെ. പിന്നെ നമ്മളത് എടുക്കാനായിട്ട് നിന്നില്ല. അതേ പുളിമരത്തേൽ 2-3 പുളി എങ്ങാണ്ടേ ഉള്ളു ഗൈസ്. ഇത് മൊത്തം ഇഷ്ടം പോലെ ഉള്ളതായിരുന്നു. അപ്പോൾ അതും ഇല്ല. പിന്നെ അമ്മച്ചി ഹായ് ഒക്കെ കാണിച്ച് വരുന്നുണ്ട്. ഹായ്. പിന്നെ കാന്താരിക്കൊല നിൽപ്പുണ്ടായിരുന്നു. ഇഷ്ടംപോലത്തെ കാന്താരിയും ഉണ്ടായിരുന്നു. അതും പറിച്ചുകൊണ്ടിരിക്കുവാണ്. ചക്കയുടെ കൂട്ടത്തിൽ ഉടച്ച് കഴിക്കാനായിട്ട് മൊത്തം പഴുത്ത കാന്താരിയായിരുന്നു. അതും പറിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, മാങ്ങാക്കറി, ചക്ക, പുളി അച്ചാർ, പിന്നെ കിളിമീനായിരുന്നേ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അകത്തിരുന്ന വേസ്റ്റും പിന്നെ തൂത്തുകൂട്ടിയ വേസ്റ്റും എല്ലാം കൂടി എടുത്തുകൊണ്ട് അമ്മച്ചി തീ കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. എല്ലാ വേസ്റ്റെല്ലാം ഇട്ട് തീ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഇത്ര ഉള്ള. ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ വരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.